everyone. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ചെയിൻ ക്ലീനിങ് ആൻഡ് ലൂബിംഗ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ബൈക്കിൻ്റെ ചെയിനെ ഈ ഒരു സ്ഥിതിയിൽ നിന്ന് ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ചെയിൻ ലൂബിംഗ്? ചെയിൻ ലൂബിംഗ് എന്ന് വെച്ചാൽ നമ്മളെ മിക്ക മോട്ടോർ സൈക്കിളിൻ്റെയും എഞ്ചിനിൽ നിന്ന് പവർ വരുന്നത് റെയർ വീലിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ചെയിൻ വെച്ചിട്ടാണ്. ചില വണ്ടികൾക്കകത്ത് അത് ഷാഫ്റ്റ് അല്ലെങ്കിൽ ചില വണ്ടികൾക്കകത്ത് അത് ബെൽറ്റാണ്. അപ്പോൾ നമ്മുടെ ചെയിൻ ഉപയോഗിക്കുന്ന വണ്ടികൾക്കകത്ത് നമ്മളെപ്പോഴും ഒരു പീരിയോഡിക് മെയിൻ്റെനൻസ് ആവശ്യമുള്ളതാണ്. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ ചെയിൻ ലൂബിങ് ചെയ്യുന്നത്. അതായത് ഈ ചെയിനും ഇതിന് തന്നെയുള്ള ഈ ഗിയറുമായിട്ടുള്ള ഒരു ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലൂബ് ചെയ്യുന്നത്. ഇത് കുറച്ച് കാലം നമ്മൾ ലൂബ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ കുറച്ച് ചെളിയോ അല്ലെങ്കിൽ ലൂബൊക്കെ തെറിച്ചു പോവുകയും ചെയ്യാം. അതിനാൽ നമ്മൾ എന്തായാലും വണ്ടി സ്മൂത്തായിട്ട് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ ലൂബിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനായി നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ചെയിൻ ക്ലീൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയിൻ ലൂബിംഗ് ആണ്. പ്രോപ്പറായിട്ടുള്ള ചെയിൻ ക്ലീനിങ് കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ ലൂബ് ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണ നമ്മൾ ചെയിൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പല ബ്രാൻഡിൽ നിന്ന് സ്പ്രേ ആയിട്ട് ഇടുന്ന ചെയിൻ ക്ലീനർ കിട്ടും. അപ്പോൾ അത് സ്പ്രേ ചെയ്താൽ ഏകദേശം ഇതിനകത്തുള്ള ഡെബ്രി ഒക്കെ പോകുന്നതായിരിക്കും. അത് കുറേ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും ഈ ലിക്വിഡിലേക്ക് ചെയിനിലേക്ക്. അപ്പം അത് നമ്മൾക്ക് അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും ഇതിൻ്റെ ചെയിൻ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നതിന്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളതെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റി ഒരു നല്ലൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ക്ലോത്ത് വെച്ചിട്ട് നമ്മളതെല്ലാം തുടച്ച് മാറ്റിയതിന് ശേഷം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലൂബ് അപ്ലൈ ചെയ്യേണ്ടത്. ലൂബ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പല കമ്പനികളുടെയും ക്യാനിൽ സ്പ്രേ ചെയ്യാവുന്ന വിധത്തിൽ ലൂബ് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയപ്പോൾ നമ്മൾ ചെയിൻ ക്ലീനർ എന്ന് വെച്ചാൽ ചെയിൻ ക്ലീനറിനകത്ത് നമുക്ക് മേജർ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് കെരോസിനാണ്. അപ്പോൾ നമ്മൾ സാധാരണയുള്ള മണ്ണെണ്ണ. അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ ഈ ചെയിൻ ക്ലീനറിൻ്റെ ബോട്ടിലുള്ളത് സ്പ്രേ ഉള്ളത് കിട്ടിയാൽ നമുക്കത് ലൂബ് ചെയ്ത് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടെ എക്കണോമിക് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഈ കറക്റ്റായിട്ട് കെരോസിൻ ഉപയോഗിച്ച് ഇത് ക്ലീൻ ചെയ്യുന്നതാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്യാനും പറ്റും. അതിനാൽ നമുക്ക് വളരെ എളുപ്പമാണ്. അതിൻ്റെ ഒരു 1/5 കോസ്റ്റേ നമുക്ക് വരത്തുള്ളൂ സാധാരണ ചെയിൻ ക്ലീനർ യൂസ് ചെയ്യുന്നതിനേക്കാളും. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയിൻ ക്ലീനർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ചെയിൻ നന്നായിട്ട് കഴുകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയിൻ ലൂബ് അപ്ലൈ ചെയ്യണം. ചെയിൻ ലൂബിന് നമുക്ക് പലതും യൂസ് ചെയ്യാൻ പറ്റും. അതായത് കറക്റ്റായിട്ട് ഈ ഷാഫ്റ്റും ഇതിൻ്റെ ഗിയറും പിന്നെ ഇതിൻ്റെ ചെയിനും തമ്മിലുള്ള ഫ്രിക്ഷൻ നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയാണ് ചെയിൻ ലൂബ് അപ്ലൈ ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഇതിലൂടെ നമുക്ക് പല കമ്പനികളുടെയും ചെയിൻ ലൂബ് കിട്ടുന്നതാണ്. പക്ഷേ അതിന് പകരം ഞാനിപ്പോൾ കണ്ടിരിക്കുന്ന എളുപ്പമായിട്ടുള്ള മാർഗ്ഗം എന്ന് വെച്ചാൽ ഞാൻ കുറേ ബ്രൗസ് ചെയ്തു. അപ്പോഴത്തേക്കും നമുക്കിപ്പം ഈ ഗിയർ ഓയിൽ എന്നുള്ള സാധനമുണ്ട്. ഇതിപ്പോൾ 90W ഉള്ള ഗിയർ ഓയിലാണ്. ഇത് കറക്റ്റായിട്ട് ബൈക്കിൻ്റെ ഗിയേഴ്സിൻ്റെ ഓപ്പറേഷൻ വളരെ സ്മൂത്ത് ആക്കാനുള്ള മാർക്കറ്റിൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് കിട്ടുന്ന. ഇതിപ്പോൾ വളരെ ചീപ്പായിട്ട് മറ്റേതിനേക്കാളും കിട്ടും. ലൈക്ക് ചെയിൻ ലൂബ് നമ്മൾ സ്പ്രേ ബോട്ടിൽ കിട്ടുന്നതിനേക്കാളും പകുതി വിലയുള്ളൂ. ഇത് പക്ഷേ വളരെ നല്ല എഫക്റ്റീവാണ്. ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അതിനാൽ ഇത് നല്ലൊരു ലൂബിങ് ഏജൻ്റാണ്. സോ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എങ്ങനെയാണ് വളരെ എഫിഷ്യൻ്റായിട്ടും ചീപ്പായിട്ടും വൃത്തിയായിട്ട് ചെയിൻ ലൂബ് ചെയ്യുന്നത് എന്ന് കാണിച്ചു. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലീനിങ് ആണ്. അപ്പോൾ ക്ലീനിങ്ങിന് വേണ്ടി ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞ പോലെ മണ്ണെണ്ണയാണ്. ഒരു മണ്ണെണ്ണയുടെ കുറച്ച് എടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ ബൗൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബൗളിനകത്ത് നമ്മൾ ഈ കെരോസിൻ കളക്ട് ചെയ്തിട്ട് അതിനകത്തേക്കുള്ള എല്ലാം ക്ലീൻ ചെയ്തിട്ട് വേസ്റ്റ് വരുന്ന ഇതിനകത്തേക്ക് തന്നെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടൂത്ത് ബ്രഷുകളാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ കറക്റ്റ് നമ്മൾ ചെയിനിൽ ഇത് കെരോസിൻ റബ്ബ് ചെയ്തിട്ട് ഇത് ഫുള്ള് ക്ലീൻ ആണെന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. ഇതിനിപ്പോൾ തന്നെ മാർക്കറ്റിൽ പല ചെയിൻ ക്ലീനിങ് ബ്രഷ് അവൈലബിൾ ആണ്. നമുക്കത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ടൂത്ത് ബ്രഷുകളാണ്. ഇതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു നീറ്റായിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ട് ഈ മണ്ണെണ്ണയും കുറച്ച് വെള്ളമൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. അതായത് ചെയിൻ ക്ലീൻ ചെയ്തിട്ട് ഈ ബാക്കിയുള്ള മണ്ണെണ്ണയൊക്കെ കളയാനാണ്. അത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലൂബ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ലൂബും കൂടെ സ്ലിപ്പായിട്ട് ചെയിനിൽ നിന്ന് വിട്ടു പോകുന്നതാണ്. സോ നമുക്ക് ഫസ്റ്റ് ക്ലീനിങ്ങിലേക്ക് കിടക്കാം. സോ നിങ്ങളൊരു നോട്ട് ചെയ്തതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, എപ്പോഴാണ് ചെയിൻ ലൂബ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ടിപ്പിക്കലി നമ്മളുടെ ഒരു കേരളത്തിലുള്ള കണ്ടീഷൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു 400 കിലോമീറ്റർ അല്ലെങ്കിൽ 600 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് നമ്മൾ വണ്ടി കുറച്ച് ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ചെയിനിൽ നിന്ന് കുറച്ച് ശബ്ദങ്ങളൊക്കെ വരുന്നത്. സ്മൂത്തായിട്ടല്ല പോകുന്നത്. നമുക്കൊരു കൈ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്കും ചെറുതായിട്ടൊരു ഫീലിംഗ് നമുക്ക് തന്നെ മനസ്സിലാവും വണ്ടിക്ക് ചെയിൻ ലൂബ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന്. അപ്പോഴത്തേക്കും നമ്മളത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ലൂബ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലോങ് റൈഡൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ഒരു 1000 കിലോമീറ്റർ കവർ ചെയ്യേണ്ടതാണ്. അതായത് വൺ സൈഡ് ഒരു 500 കിലോമീറ്റേഴ്സൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഒരു ചെയിൻ ലൂബ് നമ്മുടെ കയ്യിൽ എപ്പോഴും കരുതുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഓൾറെഡി 500 കിലോമീറ്റേഴ്സ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വണ്ടിയുടെ സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കുറച്ച് ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാനൊക്കെ ആണെങ്കിലും ഇപ്പോൾ ലോങ് പോകുമ്പോഴത്തേക്ക് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു ലൂബ് എപ്പോഴും കയ്യിൽ വെക്കുക എപ്പോഴും നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് മോട്ടോർ സൈക്കിൾ എപ്പോഴും ഓടിക്കുമ്പോഴത്തേക്കും.
പിന്നെ ഇത് ചെയ്യുമ്പോഴത്തേക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വണ്ടി ഇപ്പോൾ സെൻറ്റർ സ്റ്റാൻഡിലോ അല്ലെങ്കിൽ പാഡോക്കിലോ, ചില വണ്ടികൾക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഉണ്ടാവില്ല. അപ്പോഴത്തേക്കും നമുക്ക് വണ്ടി പുറകെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പാഡോക്ക് എന്നുള്ളൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് പലർക്കും വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ എൻ്റെ വണ്ടിയൊക്കെയാണ് സെൻറ്റർ സ്റ്റാൻഡ് ഉണ്ട്, അതിൽ നമുക്ക് എളുപ്പത്തിൽ ലൂബ് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റാൻഡിലേക്ക് കയറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ പാഡോക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇത് ഗിയറിലിട്ടിട്ട് വണ്ടി കറങ്ങുന്ന സമയത്ത് ഒരിക്കലും ഈ ചെയിൻ ക്ലീൻ ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ക്ലീൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചെയിൻ തുടയ്ക്കുമ്പോഴോ വല്ലതും നമ്മുടെ കയ്യോ വിരലോ ഒക്കെ സ്റ്റക്കായിട്ട് പിന്നെ ഈ ഗിയറിൻ്റെ ഇടയ്ക്കോട്ട് വിരൽ പോയിട്ട് പലരെയും വിരൽ മുറിഞ്ഞതും വിരലിങ്ങനെ ചെത്തിപ്പോയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ പ്ലീസ് അവോയ്ഡ് ദാറ്റ്. അതിനാൽ നമ്മളെപ്പോഴും വണ്ടി ഇങ്ങനെ ന്യൂട്രലിട്ടിട്ട് ടയർ എപ്പോഴും കറങ്ങുന്നതിനൊപ്പം ചെയിൻ മൂവ് ചെയ്യും. അതിലൂടെ ക്ലീൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ലൂബ് ചെയ്യുന്നതാണ് വളരെ എളുപ്പമുള്ള ഒരു കാര്യം. അങ്ങനെ തന്നെ മസ്റ്റായിട്ട് എല്ലാവരും ചെയ്യേണ്ടതാണ്. സോ പ്ലീസ് ടേക്ക് നോട്ട് ഓഫ് ദാറ്റ്. ഇപ്പോൾ നമ്മൾ ചെയിൻ കെരോസിൻ ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കെരോസിനിപ്പം മിച്ചിരിപ്പുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലോത്ത് കൊണ്ട് അതെല്ലാം വൈപ്പ് ചെയ്ത് എക്സസ് ആയിട്ടുള്ള കെരോസിൻ കളയേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ സ്പ്രോക്കറ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്തൊന്ന് മനസ്സിലാക്കുക. സോ നമ്മളിപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇതിനെ തിരിച്ചാൽ ഡ്രൈ ആക്കുകയാണ്. അതായത് ആ വെള്ളമുള്ള ഉണ്ടായിരുന്നതെല്ലാം എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ പറഞ്ഞ പോലെ ഇതുപോലെ തന്നെ ചെയ്യുക, അല്ലാണ്ട് ഒരിക്കലും എഞ്ചിൻ റണ്ണിങ് കണ്ടീഷനിൽ ഇത് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇതിനകത്തുള്ള ഇതെല്ലാം ഏകദേശം പോയിട്ടുണ്ട്. നല്ല രീതിയിൽ ചെയിൻ ക്ലീൻ ആയിട്ടുണ്ട്. അതായത് ഒരു ഡസ്റ്റോ അല്ലെങ്കിൽ ബാക്കിയുള്ള പഴയ ലൂബോ അതൊന്നും ഇരിപ്പില്ല. സ്പ്രോക്കറ്റും നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ പറഞ്ഞ പോലെ ഈ ലൂബ് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പോകണം. ഗിയർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഗിയർ ഓയിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാരണ ഇപ്പം നോട്ട്യൂണിൻ്റെയൊക്കെ ലൂബ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 10-200 ml മാക്സിമം, ചെറിയ ബോട്ടിലാണ് 200 ml ഒക്കെ ഉണ്ടാവുള്ളൂ. അതിനൊരു ഏകദേശം 200-ന് മുകളിൽ വിലയുണ്ട്. പക്ഷേ ഇതിനെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 200 രൂപയുടെ ആ റേഞ്ചിൽ നിൽക്കുമ്പോൾ അത് കുറേ പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. സോ ഇങ്ങനെയുള്ള വീട്ടിലൊക്കെ നമുക്ക് സമയമുള്ളപ്പോൾ അല്ലെങ്കിൽ സ്ഥലമുള്ളപ്പോഴത്തേക്കും ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എവിടെയെങ്കിലും റൈഡൊക്കെ പോകാനാണെങ്കിൽ കയ്യിൽ ക്യാരി ചെയ്യാൻ വളരെ എളുപ്പമായതിനാൽ ഞാൻ മറ്റേ ബോട്ടിൽസ്, മാർക്കറ്റിൽ കിട്ടുന്ന ബോട്ടിൽ, സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽ സജസ്റ്റ് ചെയ്യും. അല്ലാത്തപ്പോൾ ഇത് തന്നെയായിരിക്കും ബെസ്റ്റ് ചോയ്സ്. ഇപ്പോൾ ലൂബ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇതിനകത്തെന്ന് വെച്ചാൽ ഈ കുപ്പിയോടൊപ്പം ഒരു ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഡ്രോപ്പർ വല്ലതും ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഞങ്ങളിപ്പം ഇതിൽ ചുമ്മാ ഒഴിച്ചു കൊടുക്കുകയാണ്. പക്ഷേ നല്ലൊരു ഒഴിച്ചു കൊടുക്കാനുള്ള വേറെ എന്തെങ്കിലും കുപ്പിക്കകത്ത് ഫില്ലറായിട്ടുള്ള കുപ്പിക്കകത്ത് വല്ലതും കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല. നമ്മളിപ്പോൾ ലൂബിനകത്ത് മറ്റൊരു പോയിന്റ് നോട്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരിക്കലും നമ്മൾ ലൂബിങ് എക്സസ് ആയിരിക്കില്ല. എക്സസ് ആയ കൂടുതൽ നിന്നാൽ അത് നമ്മുടെ വണ്ടിയുടെ പാർട്സിലേക്ക് തെറിച്ചിട്ട് റിമ്മിലോ ഒക്കെ പറ്റിയിരുന്നിട്ട് ആകെ വൃത്തികേടാവുന്നതാണ്. സോ ആവശ്യമുള്ള ലൂബ് മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ ചെയിനിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഏറ്റവും നന്നായിട്ട് ലൂബ് പറ്റിയിരിപ്പുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലുള്ള ലൂബ് നമുക്കൊരിക്കലും ആവശ്യമില്ലാത്തതാണ്. സോ ചെയിനിൻ്റെ സൈഡിലേക്ക് വന്നിരിക്കുന്ന ലൂബെല്ലാം റിമൂവ് ചെയ്യും, കളയുക. സോ ഇപ്പോൾ നമ്മുടെ ചെയിൻ നന്നായിട്ട് ലൂബായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്താനുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ ഇൻഫോം ചെയ്യുക. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. ഇതുപോലത്തെ കണ്ടൻറ്റ് മോട്ടോർ സൈക്കിൾ മെയിൻ്റനൻസും അതായത് പുതിയ മോട്ടോർ സൈക്കിൾ റിവ്യൂസും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് പ്ലീസ് വാച്ച് അവർ റീസെൻറ്റ് വീഡിയോസ് ഓൾസോ. താങ്ക് യു ഗൈസ്.